കാര്യങ്ങളും ഒഴിവാക്കി ഇവിടെ വന്ന് ചേർന്ന് സഹകരിച്ചതിന് എല്ലാവരോടും എന്ന് പറഞ്ഞ സ്റ്റേജിലിരിക്കുന്ന അതിഥികൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, നമുക്ക് എല്ലാം ഇവിടെ വന്നു ചേർന്ന് ഞങ്ങളോട് സഹകരിച്ചതിന് സന്തോഷത്തിൽ പങ്കുചേർന്നതിന് നന്ദി പറയുന്നു. പിന്നെ നമുക്ക് ഈ ഓഡിറ്റോറിയം നൽകി തന്ന ചർച്ചിനോടും പാട്ട് പാടിയ സഹോദരനോടും സിസ്റ്ററിനോടും അതേമാതിരി കാറ്ററിംഗ് ജോസഫ് ഏട്ടനോടും നന്ദി പറയുന്നു. സ്റ്റേജ് ഡെക്കറേഷൻ എൻ്റെ ഒരു ഫ്രണ്ട് ഷൈൻ ജോസഫാണ് ചെയ്തത്. ക്ലാസ്മേറ്റാണ്. എന്നോടും അവൻ്റെ ടീമിനോടും എൻ്റെ നന്ദി പറയുന്നു. ഇനി ആരോട് പറയാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ഒന്നും കൂടി ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കുമ്മനാട് നിന്ന് കടന്നു വന്ന യുവതിയുടെ കുടുംബത്തിനും നന്ദി പറയുന്നു. കുമ്മനാട് സഭയിൽ നിന്നും പലരും നന്ദി അറിയുന്നുണ്ട്. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. ലോക്സഭയിൽ നിന്നുണ്ട്. അങ്ങനെ പലരും അകത്തുനിന്ന് എൻ്റെ അമ്മയുടെ തൃശ്ശൂരാണ്. അവിടെ നിന്ന് ഒത്തിരി പേര് പോകുന്നുണ്ട്. ആൻറ്റിമാരൊക്കെ തിരുവല്ല ഭാഗത്തുനിന്നാണ്. അപ്പോൾ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. കഴിച്ച് സന്തോഷത്തോടുകൂടി പരിചയമാണെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോജർ. നമ്മെ എല്ലാവരെയും വിളിച്ചു ക്ഷണിച്ചു. എല്ലാവർക്കും വരുവാനിടയായി സന്തോഷത്തോടെ പിരിയണം എന്നുള്ളതാണ് ജോസഫ് ജോർജിൻ്റെ ആഗ്രഹം. അത് പ്രകാരം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നിടത്താണ് ഫുഡ് കൗണ്ടേഴ്സ്. അവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എല്ലാം മെനു അവിടെ ഉണ്ടാവും. പുറകിൽ കാണുന്ന കൗണ്ടറിലായിരിക്കും. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അടിയങ്ങളെ ഈ ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അവിടുന്ന് എല്ലാം അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവമായാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായതിനെ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ ഉയർത്തില്ല. കർത്താവെ, ഞങ്ങൾക്ക് യോഗ്യമായിരിക്കുന്ന ഏറ്റവും മഹത്വപരമായിട്ടുള്ള ഒരു ജീവിതം അവിടുത്തോട് കൂടെയാണ്. അതിനായിട്ട് പ്രത്യാശയോടുകൂടി ഞങ്ങൾ ഓരോ നാളും കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്വർഗീയ കൃപയും സ്വർഗത്തിൽ നിന്നും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഇതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ഇവിടെ കൂടെ വരുവാൻ അവിടുത്തെ ഞങ്ങൾ സഹായിച്ചു. കർത്താവെ, ഇത്രത്തോളം നന്നായി ചെയ്യുവാനായിട്ട് അവിടുത്തെ ഞങ്ങൾ സഹായിച്ചു. കർത്താവെ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കാരും സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗമരണം കർത്താവ് മനുഷ്യവർഗത്തിന് രക്ഷയുണ്ടായത് ഞങ്ങളെ ഇപ്പോഴും ഓർക്കുവാൻ അവിടുത്തെ ഞങ്ങൾ സഹായിച്ചു. ഈ കൃപയിലേക്ക് വരുവാൻ സാധിക്കാതെ കർത്താവെ, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അവിടുത്തെ രക്തം മുഖാന്തരം അവർ രക്ഷിക്കപ്പെടുവാൻ നീ ഞങ്ങളെ നടത്തി സകല മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ കുമാരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാണെന്ന് സ്വർഗീയ നല്ല പിതാവേ. ആഹാരത്തിനായിട്ട് കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ മന്യക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ ബലത്തിന് ശക്തി പകരുന്ന തിരുവചനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ അവിടെ ഇടയാക്കട്ടാവേ.
ഇപ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ശക്തി പകരുന്ന ഭൗതിക ആഹാരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആഹാരത്തെ അവിടുന്ന് ശുദ്ധീകരിച്ച് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇത് മുഖാന്തരം കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനും അവിടുത്തെ കൃപയിൽ വരുന്ന ദിവസങ്ങളിൽ അവിടത്തേക്ക് സാക്ഷികളായിട്ട് കർത്താവെ വരുന്ന ദിവസങ്ങൾ ഞങ്ങൾക്ക് ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങൾ സഹായിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും പ്രത്യേകിച്ച് ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് കർത്താവെ ഉടമ്പടിയെട്ടും കർത്താവ് പ്രിയ ഞങ്ങളുടെ മക്കൾ ആന്മയും ആനോടുകൂടിയും ബറോജിയോടുകൂടിയും ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. തിരക്കാവുമെങ്കിൽ കുറച്ച് പേർക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കൂടുകയും ചെയ്യാം. ആ രീതിയിൽ ഉള്ള സമയം തക്കത്തിൽ എല്ലാവരും ഉപയോഗിക്കണം. എല്ലാവർക്കും പിന്നെയും നന്ദി പറയുന്നു. ഇപ്പോഴും ഉണ്ടോന്ന് ചോദിക്കാറുള്ളത്. ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല.
ആദ്യം എനിക്ക് പിടിയിട്ടില്ല ആരാണ് ഈ രാജ്യത്ത് മോദിയുടെ പാത്രമേ അല്ലല്ലോ ദുബായില് മോദിയുടെ ഹലോ അറിയാമോ? ഞങ്ങൾ ലോഹയിലുണ്ടായിരുന്നു ഒരുമിച്ച്. ആരെയും വിട്ടുപോകാൻ പാടില്ല. എന്ത് എല്ലാവരും എന്ത് മറ്റുള്ളവരൊക്കെ ഹലോ ഹലോ ബാറ്റ് വീശിയോ? നിങ്ങളെല്ലാവരും എവിടെ പോയി നോക്കുകയായിരുന്നു. അങ്ങോട്ടല്ല ഫ്രണ്ടിലോട്ടല്ല മമ്മി കാണാൻ പറ്റും. അതാണ് മമ്മി അറിയോ? ഹലോ എനിക്കറിയാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള
ഷോജി അറിയില്ല, ഷോജി. ഷോജിയുടെ ഹസ്ബൻഡാണ് ഞാൻ. ഷോജറിന്റെ പെങ്ങളുടെ ഹസ്ബൻഡ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. ഹലോ, പറയൂ. മണ്ണുണിയായി. നിങ്ങളെ എന്നെ ഓർമ്മയുണ്ടോ? ഹലോ, ഓർമ്മയുണ്ടോ? സോദരന്റെ പെങ്ങളുടെ ഭർത്താവാണ്. നമ്മുടെ ലൈലി അറിയാവോ? ദോഹയിലല്ലായിരുന്നു. ഞാൻ ദോഹയിലായിരുന്നു. ഇപ്പൊ പോകുന്നു. അതാ നമ്മുടെ ലൈല അറിയാമോ? ലൈല 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 വന്നിട്ട് ചോദിക്കുവാ, ഞങ്ങളുടെ സോജിയാന്റെ ആണല്ലോ ഈ നിൽക്കുന്നതെന്ന്. ഞങ്ങളുടെ ഉപ്പാപ്പന്റെ മോളാ, അപ്പച്ചന്റെ അനിയന്റെ മോളാ. ഫേസ്ബുക്കില് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഉണ്ടല്ലേ? നിങ്ങളെ ഞാൻ ഇങ്ങനെ ഞങ്ങളവിടെ ഭയങ്കര ഒരാളായിട്ട് അവിടെ ഉണ്ടല്ലോ. അത് വരുമോ കല്യാണത്തിന്? ചെറുപ്പക്കാരിയായിട്ട് അല്ലേ ആൻറ്റി? ആൻറ്റിയെ ഒത്തിരി നാളെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല.